ഹലോ! ആദ്യമായിട്ടാണ് കേരളം വിട്ടൊരു കല്യാണം കൂടുന്നത്. അതും രാജസ്ഥാനിൽ. പെണ്ണിൻ്റെ വീട് കോഴിക്കോടാണ്. എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടാണ്. പക്ഷെ ചെക്കൻ്റെ വീട് രാജസ്ഥാനാണ് കേട്ടോ. അതാണ് രാജസ്ഥാനിൽ നമുക്ക് കല്യാണം ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 ദിവസത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അവരത് കുറച്ചിട്ട് 2 ദിവസത്തിലാണ് ഈ കല്യാണം നടത്തുന്നത്. ഇപ്പോൾ ഫസ്റ്റ് 2 ദിവസത്തിൽ ആദ്യത്തെ ദിവസം ഹൽദി ഉണ്ട്, മെഹന്തി ഉണ്ട്, പിന്നെ സംഗീതം വരുന്നുണ്ട്. 2-ാം ദിവസം കേരള മോഡൽ കല്യാണമാണ്. ഉച്ചയ്ക്ക് ശേഷം ഇവിടത്തേതായിട്ടുള്ള 2 പരിപാടിയും വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ദിവസത്തിൽ ഇങ്ങനെയാണ് പ്രോഗ്രാം ഉള്ളത്. ഞങ്ങൾ കാത്തിരുന്ന് ആ ട്രിപ്പ് വന്നേക്കാണ്. എങ്ങോട്ടാണ് നമുക്ക്? ഇവിടേക്ക് നോക്കി പറ, ഒക്കെ പറ. രാജസ്ഥാൻ. ഞങ്ങൾ രണ്ടാളെ കാണാൻ ഭയങ്കര ഒരു ഹോംലെസ് ഫീല്. കാരണം ഇതൊക്കെ ഊരിക്കുന്നത്. കാരണം ജീവനോടെ കിട്ടിയ ഭാഗ്യം. അപ്പോൾ നമ്മൾ സ്വർണ്ണമൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയ കാരണം ഇതിൽ ക്ലിയർ ഉണ്ടാവില്ല. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. 2 ദിവസത്തെ ട്രെയിൻ ജേർണി ആയിരുന്നു. നമ്മൾ 5-ാം തീയതി വൈകിട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറിയതായിരുന്നില്ലേ. നോർമൽ സ്ലീപ്പറാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം ഒരു രാത്രിയൊക്കെ ആകുമ്പോഴാണ് വഡോദര റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ കുറച്ച് നേരം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരുന്നു. പുലർച്ചെ 2 മണിക്കാണ് നമുക്ക് അടുത്ത ട്രെയിൻ വരുന്നത് കേട്ടോ. അത് നമ്മൾ 3rd AC ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 മണിക്ക് കയറി. ഇതാപ്പോൾ ഇന്നൊരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് നമ്മൾ അജ്മീറിലെത്തി. എത്തിക്കഴിഞ്ഞ് കുറച്ചൊന്ന് അലഞ്ഞ് നടന്നു കേട്ടോ. കാരണം നമ്മൾ ആദ്യം ബസ്സിൽ പോകാൻ തീരുമാനിച്ചു. പിന്നെ കഴിഞ്ഞിട്ട് ഊബർ ഓട്ടോ വിളിക്കാൻ വിചാരിച്ചു. പിന്നെ അത് അവസാനം നമ്മൾ ഊബർ ടാക്സിയിൽ തന്നെ കാറിൽ തന്നെ കയറി കേട്ടോ. കുറച്ച് നേരം ഈ വലിയ ബാഗ് ഇട്ടിട്ട് നടന്ന കാരണമൊക്കെ ബുദ്ധിമുട്ടി. അപ്പോൾ 2 ദിവസം നമ്മൾ ട്രെയിനിലായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മളിപ്പോൾ പുഷ്കറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലൊക്കെ ഒടുക്കത്തെ തിരക്കായ കാരണം കേട്ടോ ബസ്സിൽ പോകാനത്. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ ആയിട്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, എനിക്ക് വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഫ്രഷ് ഒന്നും ആവാണ്ട് ഞങ്ങൾ പുറത്ത് പോയി. കാരണം ഇവിടെ രാത്രി അധികം കറങ്ങി നടക്കുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു പ്ലാനായി. ഫ്രഷ് ആയി കഴിഞ്ഞാൽ അത്രയും സമയം പോകുന്നതുകൊണ്ട് ഫ്രഷ് ആവാതെ നമ്മൾ പുറത്തിറങ്ങി. പിന്നെ ഒരു അടിപൊളി സൺസെറ്റൊക്കെ കണ്ടു. ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടാം കേട്ടോ. കാരണം ലോങ് വീഡിയോ എല്ലാം കൂടി നടക്കുന്നില്ല, എല്ലാം കൂടി എടുക്കാൻ പറ്റുന്നില്ല. നോക്ക്. അപ്പോൾ ഞങ്ങളിതാ സൺസെറ്റും കണ്ടു. കുറച്ച് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ പോണ വഴിയൊന്നും അത്ര ആൾക്കാരുള്ള വഴിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൺസെറ്റ് കഴിഞ്ഞ ഉടനെ റൂമിലോട്ട് തന്നെ പോകുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് 5-ാം തീയതി വൈകിട്ട് പുറപ്പെട്ടതാണ് കേട്ടോ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. 2 ദിവസം കണ്ടിന്യൂസ് ട്രെയിനിൽ തന്നെ ആയിരുന്നു. വഡോദര റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് മാറി കയറാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് 7-ാം തീയതി ഹോസ്റ്റൽ പുഷ്കറിലോട്ടാണ്. അപ്പോൾ പുഷ്കറൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് കറങ്ങി എന്നിട്ട് ഹോസ്റ്റലിൽ സ്റ്റേ എടുത്തു. പിന്നെ പിറ്റേ ദിവസം അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ പുഷ്കർ ഗോൾഡൻ ഹെറിറ്റേജിൽ എത്തിയേക്കാണ്. ഗോൾഡൻ ഹെറിറ്റേജ് അല്ല, ഗോൾഡൻ ഹെറിറ്റൻസ്. അപ്പോൾ പുറത്തൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡി ആവലൊക്കെ കഴിഞ്ഞു. ഇനി പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. ഹൽദി ഇപ്പോൾ തുടങ്ങും. ഇവിടെ ആൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതാണ് നമ്മുടെ റൂം. ബാത്റൂമൊക്കെ നമുക്ക് ഓടി കളിക്കാനുള്ള അത്രയും സ്ഥലം വരുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നില്ല, അത് ഈ പ്രോഗ്രാമിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇത്രയും അധികം സ്ഥലം ബാത്റൂമിലുണ്ട്. പിന്നെ നമ്മുടെ പുറത്തോട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. അതും അടിപൊളിയാണ്. നമുക്ക് എന്ത് രസാലേ കാണാൻ. ഇവിടെ ഒരു വലിയൊരു മലയൊക്കെ ഉണ്ട്. അതിൻ്റെ താഴെ വീടുകളും കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളത്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മളെന്തായാലും പുറത്തോട്ട് പോകാൻ നിൽക്കുക കേട്ടോ. ഹായ്. ഇന്നലെ ഞങ്ങൾ താഴെ പോകട്ടെ. നമ്മളെ എവിടെ ഫുഡ് കിട്ടുന്ന അന്വേഷിച്ചാൽ പോവുക. അപ്പോഴാണ് ഹൽദിയുടെ ഇത് കണ്ടത്. എൻ്റെ പൊന്നി എന്ത് രസമാണെന്നറിയോ കാണാൻ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടതാ
ഒരു 3 ഇഡ്ഡലിയും പിന്നെ സാമ്പാർ വട, സാമ്പാർ, പിന്നെ ഒരു സ്വീറ്റ്, ചട്നി ഇതൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇങ്ങനെ ഹൽദി നടക്കുന്ന ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം പരിപാടി തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണുന്ന വൈറ്റ് കോസ്റ്റ്യൂം ഇട്ടിരിക്കുന്ന ആൾക്കാരില്ലേ, അവർ കേരളത്തിൽ നിന്നുള്ള ടീംസാണ്, അതായത് പെണ്ണിൻ്റെ ആൾക്കാർ. നമ്മളും പെണ്ണിൻ്റെ ആൾക്കാരാണ്. ബാക്കി കളർഫുള്ളിട്ടിരിക്കുന്ന എല്ലാവരും ചെക്കൻ്റെ ആൾക്കാരാണ്. I like sports and energy again. So, what we have done, we have divided the songs in the category. हमने songs divide कर दिए हैं in the category. अभी हम कुछ पंजाबी तड़का मारेंगे, then कुछ South Indian वाले songs हम चलाएंगे. We'll play some South song plus North Indian songs. I want to see which family has the more energy. So every family member have to put their hands up, dance like an animal, and enjoy here. And pause that, we'll start the activities. Okay, this is the icebreaker for you all. So ma'am, for now, can you come here? Oh, bas kar yaar, ruk ja thoda. You have the whole life, man. All right. First, ഇവിടെ ഗെയിം ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതില് റൈറ്റ് സൈഡില് ബ്രൈഡിന്റെ ടീം, ലെഫ്റ്റ് സൈഡില് ഗ്രൂമിന്റെ ടീം ഒക്കെയാണ്. okay. നൈസ്. सबके हाथों पर से दिया जाए, come on. ये बात तो डू हो गई मुंडे दी, चुट्टू रुक जावरगी मुंडे में उड़ी दी. ഹൽദി ഫംഗ്ഷൻ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പരിപാടി മ്യൂസിക്സ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതാ വലത് ഭാഗത്തായിട്ട് കുറച്ച് മെഹന്തി ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈലാഞ്ചിക്ക് ഇടാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഫംഗ്ഷൻ വരുന്നത് മെഹന്തിയാണ്. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്, അവരങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ആ ഫംഗ്ഷനിൽ വന്ന എല്ലാവർക്കും ഇടാം കേട്ടോ. പിന്നെ മുത്തും ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവൾക്ക് എന്താ മണ്ഡലം ആർട്ട് മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഒക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഭയങ്കര ടയേർഡാണ്. ഇതാണ് കേട്ടോ നമ്മുടെ സംഗീത പരിപാടിയുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ഹൽദി കഴിഞ്ഞ ഉടനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്തോട്ട് പോയി പുഷ്കർ ഇന്നലത്തെ പോലെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. സൺസെറ്റ് കുറച്ചൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ കുറച്ച് പർച്ചേസിങ് ഒക്കെ ചെയ്തു. എനിക്കൊരു ഹാൻഡ് ബാഗ്, അതുപോലെ ഒരു ടോപ്പൊക്കെ എടുത്തു. ഞാൻ അതിനകത്തേക്ക് സ്കേർട്ടൊക്കെ എടുക്കാനുണ്ട്. റേറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ടോപ്പിനൊക്കെ 300-400 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. ബോട്ടാണെന്നുണ്ടെങ്കിൽ 500-600 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. പർച്ചേസിങ് കഴിഞ്ഞത് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സംഗീതമൊക്കെ തുടങ്ങാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ചിലപ്പോൾ ഡ്രസ്സ് ഇനിയും മാറ്റും, ചിലപ്പോൾ മാറ്റാതെ ഇതേറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യും, പോവും. एक फोटो करेंगे जरा लाइट की तरफ देखिए. സംഗീത നൈറ്റിൽ മെയിനായിട്ട് ഇവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഡാൻസ് ചെയ്യലാണ് കേട്ടോ പരിപാടി. ഇതെല്ലാം ചെക്കൻ്റെ വീട്ടിലെ ആൾക്കാരുടെ ഡാൻസാണ്. അവരൊക്കെ നന്നായിട്ട് കോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതല്ലല്ലോ ചെക്കൻ്റെ അച്ഛനും അമ്മയാണ്.
ഒരാൾ കുറച്ച് നേരമായിട്ട് തുടങ്ങിയ പരിപാടി കേട്ടോ, സെറ്റ് മുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്, അത് കേട്ടിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഫങ്ഷൻ വരുന്നത് നമ്മുടെ കേരള സ്റ്റൈൽ വെഡ്ഡിങ് ആണ്. അങ്ങനെ നമ്മൾ റെഡിയൊക്കെയാണ്. എൻ്റെ കോസ്റ്റ്യൂം ഇതാണ് വരുന്നത്, മറ്റേ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് വയ്യ. ഇവരുടെ എന്താ പറയുക, ഇപ്രാവശ്യത്തെ സ്റ്റേജ് വരുന്നത് വേറെ വെറൈറ്റി ആണ് കേട്ടോ. നമുക്ക് നമ്മുടെ റിസോർട്ടിലെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്, അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ചുറ്റോറം ചെയറൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു സ്റ്റേജ് സെറ്റപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ. प्लीज सामने की ओर सब लोग आ जाइए, सभी से रिक्वेस्ट है. ഇവിടെ ഫുഡ് കഴിക്കാനിരിക്കുന്ന ഇങ്ങനത്തെ ഒരു പാട്ടിലാണ് ടോസ്റ്റ്. ഒരാളിവിടെ നടക്കാൻ പറ്റാതെ വഴിയിൽ നിൽക്കുന്നുണ്ട് സാരി എടുത്തിട്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ സൗത്ത് ഇന്ത്യൻ വെഡ്ഡിങ് സ്റ്റൈലുള്ള വെഡ്ഡിങ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ പുഷ്കർ മേള നടക്കുന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോവുകയാണ്. രാവിലെ ഇട്ട് അതേ കോസ്റ്റ്യൂം തന്നെയാണ്, മാറ്റിയിട്ടില്ല. മാറ്റാനുള്ള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ മടി ആയതുകൊണ്ട് മാറ്റിയിട്ടില്ല. ഇപ്പോൾ നടന്നു പോവുകയാണ്. ഇനി നമ്മുടെ പുഷ്കർ മേളയിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവരുടെ അടുത്ത മാരേജ്, അതായത് ഇവിടുത്തെ രാജസ്ഥാൻ സ്റ്റൈലുള്ള മാരേജ് വരുന്നത്. അപ്പോഴത്തേക്ക് നമുക്കിവിടെ നമ്മുടെ ഹോട്ടലിൽ തിരിച്ചെത്തണം. ഡെസ്റ്റിനേഷൻ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കല്യാണത്തിൻ്റെ ലുക്ക് വരുന്നത്. സ്റ്റേജൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സ്റ്റേജാണ്. കാണാണ്ടോന്നറിയില്ല. പിന്നെ ഇവിടുത്തെ കല്യാണത്തിൽ എല്ലാവരും തലയുടെ മുകളിൽ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു ഫങ്ഷൻ ഹാളിലേക്ക് വരുന്ന എൻട്രൻസ് വെച്ച് കഴിഞ്ഞാൽ നല്ല എൻട്രൻസ് ആണ്, അടിപൊളി ലുക്ക് അത്യാവശ്യം. അപ്പം നമ്മുടെ ഓരോ പ്രോഗ്രാമിനും ഓരോരോ ടൈപ്പ് എൻട്രൻസ് ആയിരുന്നു കേട്ടോ. ഇത് വേറെ വഴി, അവിടുത്തെ ഒരു എൻട്രൻസ്. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ബരാട്ട് ഇവരുടെ കല്യാണത്തിൽ മെയിൻ ഒരു പരിപാടിയാണ് കേട്ടോ. ഇവർ കുതിരപ്പുറത്ത് ഇങ്ങനെ പോയിട്ട് ഭയങ്കര ഡാൻസും പാട്ടും ഡീജൊക്കെ ആയിട്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അത് പോയി കഴിഞ്ഞൊരു 3-4 മണിക്കൂറൊക്കെ നാളൊക്കെ ചുറ്റിയിട്ടൊക്കെ അവർ വരുള്ളൂ. വരുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ അവരെ സ്വീകരിക്കണം. അപ്പോൾ അവർ സ്വീകരിക്കാൻ വേണ്ടി കാത്തിക്കുക കേട്ടോ. ഇതിനകത്ത് ഈ ഓറഞ്ച് ടവൽ തല കെട്ടിയുള്ള ആൾക്കാർ ചെക്കൻ്റെ വീട്ടുകാരും, റോസ് ടവൽ കെട്ടിയിട്ടുള്ളത് പെണ്ണിൻ്റെ വീട്ടുകാരുമാണ് കേട്ടോ. परफेक्ट एग्जाम्पल, क्योंकि कहते हैं कि जोड़ियां बनती तो आसमां पर है पर साकार इस जमीन पर होती है, और इनको देखकर कौन नहीं कह सकता someone waiting for me, 'cause we were just kids when we fell in love, not knowing what it was. I will not give you up. Being there for us, and we both having the best time right now with us, so very happy, very happy right now.
ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആകെ ടെൻസ്ഡാണ് ഗൈസ്. ഞാൻ എൻ്റെ കല്യാണത്തിന് അല്ല, എങ്ങനെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കട്ടെ ചോദിച്ച് വന്നു. രണ്ടുപേരുടെ കൂടെ പറഞ്ഞു. പക്ഷെ ഇവളെ ആദ്യം എന്നെ തള്ളി വിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവളെ കൊണ്ട് എടുപ്പിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി എടുപ്പിച്ച്. അങ്ങനെ എടുത്തപ്പോൾ ഇവൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവൾ വിചാരിച്ച് അവളെ കല്യാണത്തിന് എന്ത് ചെയ്യും, ഫോട്ടോ എടുക്കാൻ എക്സ്പ്രഷനൊന്നും വരുന്നില്ല. അതാണ് പ്രശ്നം. ബോഡി പോലും വളയുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദാ ലിഫ്റ്റ്. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ. അപ്പോൾ ശരി എന്നാൽ, ഓക്കെ, ബൈ.